റൂബിൻ ലാലിനെതിരെ കള്ളക്കേസെടുത്ത ജാക്സനെതിരെ വനം വകുപ്പിന്റെ നടപടി വന്നിട്ടുണ്ട്. ജാക്സന് സ്ഥലം മാറ്റം. DFOയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അന്വേഷണ വിധേയമാണ് സ്ഥലം മാറ്റുക. സ്ഥലം മാറ്റം തൊട്ടടുത്ത പയ്യൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റം വരുന്നത്. വിവരങ്ങളും സ്ഥലം മാറ്റം തൊട്ടടുത്ത പയ്യൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ്. ജാക്സൺ ഫ്രാൻസിസിനെതിരെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നാടകീയമായ ഒരു രംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. റൂബിൻ ലാലിന് എതിരെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിലേക്കായിരുന്നു വന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വനം വകുപ്പിന്റെ ഒരു നടപടി വന്നിരിക്കുന്നു ജാക്സനെതിരെ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, വളരെ ഒരു ഈ നടപടിയെ ഏത് രീതിയിൽ വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്? ഇത് നടപടിയെടുത്തു എന്ന പേരിൽ ഒരു നടപടി മാത്രമാണ് വനം വകുപ്പിന്റെ കണ്ണിൽ പൊടിയിടൽ നടപടി എന്ന് വേണം പറയാൻ. അതായത് ജാക്സൺ ഫ്രാൻസിസിനെ സംരക്ഷിക്കുന്ന നടപടിയായി മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം കൊന്നക്കുഴിയിൽ നിന്നും തൊട്ടടുത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതായത് ഈ നടപടി തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നു. അതായത് ഉത്തരവിൽ പറയുന്നത് എങ്ങനെയാണ്, ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചു എന്ന പരാതിയിൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ തൃശ്ശൂരിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് തുടർ നടപടി ഉണ്ടാകും, വിശദമായ അന്വേഷണം. എന്നാൽ ഈ തെറ്റ് ചെയ്തു എന്ന് പ്രാഥമികമായി സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ആരോപണ വിധേയനായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിനെ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും പയ്യൻകുഴിയിലേക്ക് മാറ്റുന്നു എന്നാണ് പറയുന്നത്. അതായത് തൊട്ടടുത്ത സ്ഥലത്തേക്ക്. നമ്മുടെ തൃശ്ശൂർ ലേഖകൻ സൂരജ് സജി പറയുന്നത് അയാൾക്ക് വീട്ടിലേക്ക് പോയി വരാൻ ഇത്രയും കാലം അദ്ദേഹം വീട് ഉൾപ്പെടുന്ന ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ജോലി ചെയ്തത്. ഈ അഴിമതിക്ക് കാരണക്കാർ അല്ലെങ്കിൽ അതിക്രമത്തിന് കാരണക്കാരാവുന്നവരൊക്കെ ഈ മലയോര മേഖലയിലെ വനപ്രദേശത്ത് ഈ സുരക്ഷിതമായി സ്വന്തം വീട്ടിനരികിൽ ജോലി ചെയ്യും എന്നുള്ള പതിവാണ്. ഇത്തരം ആൾക്കാർ അവിടെയുള്ള നാട്ടുകാരെ, പ്രത്യേകിച്ച് ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുക, വനമേഖലയിൽ അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞ് കേസെടുക്കുക, ഇതൊക്കെ പതിവാണ്. അത്തരത്തിൽ ചെയ്യുന്ന ജാക്സൺ, അതായത് നമ്മുടെ റിപ്പോർട്ടർ മാധ്യമപ്രവർത്തകൻ റൂബിൻ ലാലിനെതിരെ കള്ളക്കേസെടുത്ത, അതായത് മന്ത്രി സർക്കാർ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ ഘട്ടത്തിൽ ആ അന്വേഷണ റിപ്പോർട്ടിന് കാത്തു നിൽക്കാതെ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ഒരു നടപടി, ആ രീതിയിലല്ലേ നമ്മൾ ഇതിനെ കാണുക? തീർച്ചയായും അൻമേരി, അങ്ങനെ തന്നെയാണ്. കണ്ണിൽ പൊടിയിടുന്നു. കാരണം സർക്കാർ തലത്തിൽ ഒരു വലിയ നടപടി വന്നേക്കും എന്നുള്ള സൂചനയുണ്ടാകുന്നു. കാരണം ഈ CCF അടലരശു ഇയാളെ രക്ഷിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതേസമയത്ത് വനം വകുപ്പിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഇതിൽ കർശനമായ നടപടി വേണമെന്ന നിലപാടാണ്. സർക്കാരും ശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തത്. കടുത്ത നടപടി വേണമെന്നുള്ള നിലയിലാണ്. അത്തരത്തിൽ വനം വിജിലൻസ് മേധാവിയുടെ ഒരു വലിയ അന്വേഷണം നടക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ഒരു നടപടി എന്ന് തന്നെ വേണം നമുക്കിതിനെ കരുതാൻ. കാരണം മന്ത്രി നിർദ്ദേശിക്കുന്നു അന്വേഷണം, മന്ത്രിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അന്വേഷണം നടത്താതെ CCF അന്വേഷണം നടത്തുന്നില്ല. അവിടുത്തെ SITയിലെ ഒരു റേഞ്ച് ഓഫീസർ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ പൂർണ്ണമായും ഈ റൂബിൻ ലാലിനെ മർദ്ദിച്ച ജാക്സൺ ഫ്രാൻസിസിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ട് വളരെ കൃത്യമായി ഈ ജാക്സൺ ഫ്രാൻസിസിന് വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് എന്നുള്ളതാണ് നമുക്ക് വനം വകുപ്പിൽ നിന്ന് തന്നെ വിവരം ലഭിക്കുന്നത്. വനം വകുപ്പിൽ സത്യസന്ധരായ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടല്ലോ. ഇത്തരം അഴിമതിക്കാരും അതിക്രമക്കാരും അല്ലാതെ തന്നെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർക്കാരിൻ്റെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വനം മന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെയുള്ളവരുടെ മുമ്പിൽ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. അതായത് 10 രൂപ പോയിന്റിൽ പോയി വരാവുന്ന സ്ഥലത്തേക്കാണ് ഈ സ്ഥലം മാറ്റം എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ആൻമേരി, ശരി. കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കള്ളക്കേസിൽ ഒരു നടപടി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.